ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ. കിയറിൻ്റെ പപ്പ രാവിലെ തന്നെ പോവാൻ ഇറങ്ങിയതായിരുന്നു. ഡ്യൂട്ടി തിരക്ക് കാരണം രാത്രി വന്നിട്ട് രാവിലെ ആകുമ്പോൾ പോകും. അതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടി. വരുന്നത് എപ്പോഴെങ്കിലേ വരൂ, ഇങ്ങനെ വീക്ക്ലി വൺസോ അങ്ങനെ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ വരുന്നത്. അപ്പോൾ വന്ന സമയത്തൊക്കെ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മയും വണ്ടിയിൽ കയറും ഗേറ്റിൻ്റെ അടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇവൾ ഈ സാധനമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായി. ഫുള്ള് ചുറ്റും ഇങ്ങനെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ കാണുന്നത് ഓളിങ്ങനെ നോക്കുന്നുണ്ടായത്. പിന്നെ ചേച്ചി ഉണ്ടായി വണ്ടിയിൽ സ്റ്റോറിൽ പോകാൻ, അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി വിളിക്കുമ്പോൾ ചേച്ചിനെയും നോക്കുന്നുണ്ടായി തിരിച്ച്. പിന്നെ ഞാൻ പപ്പൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ ടാറ്റ പറയുന്നുണ്ടായി. പക്ഷേ വലിയ മൈൻഡൊന്നും ഉണ്ടായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായത് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ അവിടെ ഇരുന്നു പുറത്ത്. അപ്പോൾ അവിടെ ഫോണും പിന്നെ പെന്ന് അതൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവളത് നോക്കുന്നുണ്ടായത്, വലിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു രീതിയിൽ. പിന്നെ അപ്പുറം കാക്കയും പൂച്ചയും അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായി. പിന്നെ എന്തൊക്കെയോ സൗണ്ടും ആക്കുന്നുണ്ടായത്, ദേഷ്യം വരുന്ന പോലെയും ഉണ്ടായി. പിന്നെ ഫോണിലോളിങ്ങനെ കാണുന്നല്ലോ, അപ്പോൾ കുറേ സമയം അതും ഇങ്ങനെ നോക്കുന്നുണ്ടായി. ഫോണും നോക്കുന്നു, വേറെ എവിടെയോ നോക്കുന്നു. പിന്നെ അത് നോക്കിയിട്ട് ആ ഫോണും വലിക്കാൻ പോയി. ഫോണും ആദ്യം പെന്ന് വലിക്കുന്നുണ്ടായത്, പിന്നെ ഫോണും പിന്നെ വേറെ എന്തെങ്കിലും സാധനം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫോണിൽ വലിക്കും. പിന്നെ ഷിഗു വന്നു, ഇതെൻ്റെ മാമൻ്റെ മോളാണ്. അപ്പോൾ ഇവളൊന്നിച്ച് നല്ല ചിരിയൊക്കെ ഉണ്ടായി. പിന്നെ മടിയിലിരുന്നിട്ട് ചേച്ചിനെ കണ്ടപ്പോൾ ചേച്ചിനോട് നല്ല ചിരിയായിരുന്നു. പരിചയമുള്ള ആളെ കാണുമ്പോൾ ഇപ്പോൾ നല്ല ചിരിയൊക്കെ ഉണ്ട്. പക്ഷേ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കൂല, അല്ലെങ്കിൽ നല്ല ചിരിയുണ്ട്. പിന്നെ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷമാണ്. തോക്ക് തിന്നാനല്ല, ഷിഗുവിന് തിന്നാനായിരുന്നു അമ്മ കൊടുത്തത്. പക്ഷെ അത് കയ്യിൽ പിടിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അത് കയ്യിൽ കിട്ടിയതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡ്രോപ്സ് കൊടുക്കാൻ നോക്കി. അപ്പോൾ ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറി, എന്നാലും അത് കുടിച്ചു. ഫുള്ള് പൈനാപ്പിൾ ഫ്ലേവർ ആയതുകൊണ്ട് ഇപ്പോൾ കുടിക്കുന്നത്, അല്ലെങ്കിൽ തുപ്പിക്കളയാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ച് റെഡിയാക്കിയതായിരുന്നു ഉറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല, ആടെ തന്നെ കളിക്കുന്നുണ്ടായി അടിനമ്മിച്ചെല്ലാം. പിന്നെ ഒറ്റക്കും ഇങ്ങനെ കളിക്കുന്നുണ്ടായി. പിന്നെ ഞാൻ ഉറക്കാൻ നോക്കുമ്പോൾ ചേച്ചീൻ്റെ മോള് വന്നു. അപ്പോൾ പറഞ്ഞു ആട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആട്ടുന്നുള്ളത്. കുഞ്ഞ് ഉറങ്ങി. കുറേ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആളുടെ തിരിഞ്ഞ് കിടന്നിട്ടുണ്ടായി. ഞാൻ അനക്കാനൊന്നും പോയിട്ട്, അനക്കിയാൽ അപ്പം അറിയും. പിന്നെ അത് ഉറങ്ങി എണീച്ചതിന് ശേഷം എന്തോ അന്തം വിട്ട പോലെ ആയിരുന്നു, ചിരിയുമില്ല ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഞാനും കുറച്ച് സമയം ഇങ്ങനെ അവിടെ സോഫയിൽ കിടന്നു. ഇങ്ങനെ കളിക്കുന്നുണ്ടായി അതിൽ. പിന്നെ കുഞ്ഞുങ്ങളിങ്ങനെ കരഞ്ഞിട്ടാണെങ്കിലും അമ്മാന്ന് വിളിക്കുന്നത് കേൾക്കുന്നത് നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇവളെന്നെ ഇങ്ങനെ അമ്മാന്ന് വിളിച്ച് കരഞ്ഞു. അമ്മ വിളിക്ക്, അമ്മ 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 അമ്മ. പിന്നെ ഞാനും അമ്മയും ഉണ്ടായി ഷാലുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷാലുവിൻ്റെ അമ്മയ്ക്ക് സുഖം ഉണ്ടായിട്ട് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചിയും ഉണ്ടായി, അമ്മയും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ അവരെ നോക്കുന്നുണ്ടായത് ബാക്കിൽ നിന്ന്. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിക്കുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ അവിടെ പോയിട്ട് മിററിൽ ഇവളെ കാണിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവളാണെങ്കിലും അവിടെയുള്ള സാധനം ഫുള്ള് നോക്കുന്നുണ്ടായി. ഞാൻ വിളിച്ചിട്ടും എന്നെ നോക്കുന്നുണ്ടായിട്ടാ. ഇവർക്ക് നല്ല സന്തോഷമായിരുന്നു അവിടെയൊക്കെ എടുത്തതിന് ശേഷം. അപ്പോൾ അവിടെ അമ്മ റിങ് വെച്ചിട്ടുണ്ടായി, അതെടുക്കാനുള്ള വരവാണ്. പിന്നെ ഷാലു ഉണ്ടായിട്ട് അവിടെ, ഷാലുവിന് സ്കൂളായതുകൊണ്ട് വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ റിങ് എടുക്കാൻ കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് എങ്ങനെയും അത് കയ്യിൽ പിടിച്ചു. അപ്പോൾ ഈ ഒരു സാധനം നല്ല രസമല്ലേ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അവിടെ ആകെ ഒന്നേ ഉണ്ടായിട്ടു. അപ്പം ഞാനത് എടുത്തിട്ട് ഇവർക്ക് ഇങ്ങനെ ആക്കി കാണിക്കാൻ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ പുതുപോലെ ആവുമല്ലോ, നല്ല രസമാണത്.
പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് ചിക്കു കൊടുത്തു. അപ്പോൾ അവളത് കഴിക്കുമ്പോൾ അവിടെ ശാലിൻ്റെ ചേച്ചിയും പിന്നെ അമ്മ എല്ലാം ഉണ്ടായി. അപ്പോൾ അവരെ നോക്കുന്നുണ്ടായത്. അവളെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ വലിയ ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ടായി. എന്നാലും ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കഴിച്ചിന്. എന്താ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഒക്കെ ഇങ്ങനെ ഏകദേശം ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഓറഞ്ച്, ആപ്പിൾ. ഇതിപ്പോൾ ചിക്കു ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഓൾ ഫുള്ള് ബിസി ആയിരുന്നു എൻ്റെ മാല പിടിച്ചിട്ട്. പിന്നെ അവിടെ കീത്തുണ്ടായി. കീത്തു ഓളെ ആൻറ്റീൻ്റെ വീട്ടിൽ പോകാൻ റെഡി ആയതായിരുന്നു. അപ്പോൾ ഇവളെ കുറച്ച് സമയം ഇങ്ങനെ എടുത്തു. പിന്നെ അമ്മ പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് പോകാനുണ്ട്. അപ്പോൾ ഞാനും ഇവളും ഒന്നിച്ച് പോയി. പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഓളിതാ ഫുൾ ഇങ്ങനെ നോക്കുന്നുണ്ടായി. എന്തൊക്കെയോ സാധനം നോക്കുന്നുണ്ടായത്. പിന്നെ ഇവർ വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഓളിതാ ഫുള്ള് നോക്കുന്നുണ്ടായി. അവരുടെ കയ്യിൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓളിങ്ങനെ കരയാൻ സ്റ്റാർട്ടാവുമ്പോൾ ആ സാധനം കയ്യിൽ കൊടുത്തു. അപ്പോൾ കരച്ചിൽ നിർത്തി. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഞാനത് ഓളെ കയ്യിൽ നിന്ന് മെല്ലെ എടുത്തതായിരുന്നു. പക്ഷെ ഓൾ നല്ല കരച്ചിലായിരുന്നു. ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് അമ്മ ഇങ്ങനെ ഓളെ കയ്യിൽ നിന്ന് അത് എടുക്കുമ്പോൾ ഓളിങ്ങനെ ജസ്റ്റ് കരയും, തിരിച്ച് കൊടുക്കുമ്പോൾ കരച്ചിൽ നിർത്തും. അപ്പോൾ ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ പോയതായിരുന്നു. പക്ഷെ ആൾ നല്ല കരച്ചിലായിരുന്നു. അത് കൊടുത്തതിന് ശേഷം സെറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്